കുട്ടികൾ കഴിച്ചു, അച്ഛൻ വരും. എന്താ രണ്ടുപേരും നോക്കിയിരിക്കുന്നേ? അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു ഉരുള കിട്ടിയിട്ട് കാലം എത്രയായി? കുറെ കാലത്തിന് ശേഷം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഇവിടെ ഉണ്ടായല്ലോന്നാ എന്റെ സന്തോഷം. ആ, ഇന്ന് അച്ഛന്റെ കൈ കൊണ്ട് വാരിത്തരാൻ പോവാ. ആ, എന്താ ചേക്കുട്ടി? വിഷ്ണുവിന്റെ ജീവൻ അപകടത്തിലാ. സേനം വാ. വിഷ്ണുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അറിഞ്ഞത്. വിഷ്ണു, 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 എന്താ ചേക്കുട്ടി? ചേക്കുട്ടി എന്ത് പറ്റി? ചേക്കുട്ടി ചതിക്കല്ലേടാ, ചേക്കുട്ടി ചതിക്കല്ലേടാ. ചേക്കുട്ടി നോക്കി നിൽക്കാതെ പണി തീർക്കടാ. ഇടാ വെട്ടാൻ. ദേവൻ, ഇനി ഇവനെ കൊണ്ട് കൊള്ളില്ല. തീർത്തേക്ക്. വിഷ്ണു ഏട്ടനെവിടെ? വിഷ്ണുവിന് എന്തോ അപകടം പറ്റിയെന്നും പറഞ്ഞാണല്ലോ ചേക്കുട്ടി വിളിച്ചോണ്ട് പോയത്. എന്തു പറ്റി വിഷ്ണു? ആരാ? എന്താ ഈ സമയത്ത്? ഏട്ടനും ശേഖുട്ടിയും കൂടെ എങ്ങോട്ടാ പോയെന്നറിയോ? മുസാവരി ബംഗ്ലാവിന്റെ റോഡിൽ കൂടി കാറ് പോകുന്നത് കണ്ടു. എന്തേ? മോനെ വിഷ്ണു, മോഹനൻ തമ്പിക്കും ദേവനും വേണ്ടി ചേക്കുട്ടി ചതിച്ചടാ. ഏട്ടാ ഏട്ടാ
എന്നും നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്ന നിനക്ക് തന്നെ എങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഉത്തരം നിന്റെ മുന്നിലുണ്ടല്ലോ. വർഷങ്ങളുടെ ആത്മബന്ധത്തിന് എന്നും താങ്ങും തണലുമായി നിന്ന ആ ശക്തിക്ക് നീ കൈപ്പറ്റിയ വില, കൂടപ്പറപ്പിനെ ഒറ്റുകൊടുത്ത് കിട്ടിയ പണം, അച്ഛന്റെ ചങ്ക് പറിച്ചു കൊടുത്ത് കിട്ടിയ പണം, ഒരൊറ്റ രാത്രി കൊണ്ട് നിനക്ക് എങ്ങനെ ഒരു മൃഗമാകാൻ കഴിഞ്ഞു ശേഖുട്ടി? ഏതോ എച്ചിൽ കൂമ്പാരത്തിൽ തെരുവ് നായ്ക്കളുടെ ഒപ്പം ഒരു പിടി ചോറിന് ഒരു എല്ലിൻ കഷ്ണത്തിന് മത്സരിക്കുന്ന നിന്റെ ചാവാളിക്കോലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നായ്ക്കളുടെ പല്ലിനിടയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത സേനൻ പിന്നെ കൂടെ കൊണ്ടു നടന്നില്ലേ? എന്നേക്കാൾ കൂടുതൽ സ്നേഹം നിനക്ക് പങ്കുവച്ചില്ലേ? കിട്ടിയ നന്മകൾക്കെല്ലാം നീ ഒടുവിൽ കണക്ക് തീർത്തു അല്ലേടാ പട്ടി. മരണം സേനന് പുല്ല, അതുകൊണ്ട് സേനൻ അവസാനിക്കുന്നുമില്ല. പക്ഷെ ഒരു വേദന തോന്നിക്കാണും. കത്തിമോന കയറുമ്പോൾ ചിരിച്ചവൻ അതിന്റെ പിന്നിൽ നിന്റെ മുഖം കണ്ടപ്പോൾ കരഞ്ഞു കാണും. ഇല്ല ശേഖുട്ടി, ഒരു ലഹരിക്ക് നിന്നെ രക്ഷിക്കാനാവില്ല, ഒന്നും നിനക്ക് മറക്കാനും ആവില്ല. ഭൂമിയുടെ ഏതറ്റത്തേക്ക് ഓടിപ്പോയാലും ഏതിരുട്ടിൽ ഒളിച്ചാലും സേനന്റെ മുഖം നിന്നെ പിന്തുടരും. വാടാ, നിന്റെ വൃത്തികെട്ട മനസ്സുറപ്പ് ഞാനും ഒന്നറിയട്ടെ. വാ, ഒരുത്തന്റെയും പിച്ചക്കാശിന് വേണ്ടിയല്ലാതെ നിനക്ക് കൊല്ലാനാവുമെന്ന് കാണിക്ക്. കുത്തടാ, കുത്ത്, എടാ കുത്താൻ. എന്താ സാർ പെട്ടെന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ? മേനോൻ സാറിന്റെ കണ്ടീഷൻ? ഇന്നലെ രാത്രി തൊട്ട് സ്വല്പം കുഴപ്പമാണ്. ഇവിടെ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പ്രൈം മിനിസ്റ്റർക്ക് നിർബന്ധം. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അദ്ദേഹം എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാൻ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. എല്ലാം റെഡിയാണ് സാർ. ആംബുലൻസിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എയർപോർട്ട് വരെ ഒരു ഡോക്ടർ നഴ്സും ഉണ്ടാവും. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്താ അച്ഛന്? സാരമില്ല, PM-ന്റെ നിർബന്ധം കൊണ്ട് ഡൽഹിക്ക് മാറ്റുന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോ അവിടുന്ന് ബൂസ്റ്ററിലേക്ക് പോകും. പുള്ളിക്കാരൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? മേനോ സാർ എന്ന് പറഞ്ഞാൽ ജീവനല്ലേ. എന്താ ദേവൻ കുട്ടികളെ പോലെ ധൈര്യമായിട്ടിരിക്കേ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ആരുമില്ല. താൻ ഇങ്ങനെ നെർവസ് ആയല്ലോ. അല്ല, ഡൽഹിക്ക് ആരാ കൂടെ പോന്ന്? ഡോക്ടർ ഹരിദാസ് ഉണ്ട്. അയ്യോ, അപ്പം ദേവൻ കൂടെ പോണ്ടേ? ഇപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല, പിന്നീടാവാലോ. എയർപോർട്ട് വരെയെങ്കിലും കൂടെ പോകാൻ പറ്റുമോ? അമ്മയ്ക്ക് എയർപോർട്ട് വരെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട്. വേണ്ട, അമ്മയ്ക്ക് എയർപോർട്ട് വരെ. ഒരമ്മയും മോളും 2 ഫ്രോഡുകളും ചേർന്ന് എന്റെ അച്ഛനെ ഈ നിലയിലാക്കിയില്ലേ? പ്ലീസ്, ഈ അവസരത്തിൽ അങ്ങനെയൊന്നും പറയരുത്. എനിക്കും അമ്മയ്ക്കും അതിന് അവകാശമില്ലേ? അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു ഒരു തള്ളയും പിഴച്ചുണ്ടായ മോളും. വണ്ടി എടുക്കാൻ പറയും. ദേവാ, ഇവരുടെ കാര്യം നോ. വേണ്ട, നിങ്ങളൊക്കെ പോലീസ് ജീപ്പിൽ വന്നാൽ മതി. പോ.
അച്ഛനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൽ ദേവനുണ്ട്. എനിക്ക് ഭയമാവുന്നു വിഷ്ണു. അവിടെ എത്തും മുമ്പ് അച്ഛൻ എന്തെങ്കിലും. ദേവൻ, അവനെ എനിക്ക് വേണം. മോനെ വിഷ്ണു, തടയരുത്. ആ ബലി കൂടി വേണം ഏട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ. പ്ലീസ് സ്പീഡൊന്ന് കുറയ്ക്കൂ. ഇദ്ദേഹത്തിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ല, അപകടമാവും. ഉണ്ടായിരടൂ. അങ്ങേരെ എത്രയും വേഗം എത്തിക്കേണ്ടത് എത്തിക്കുക എന്റെ ആവശ്യമാണ്. വാ പൂട്ടി ഇരുന്നില്ലേ തന്നെ ഞാൻ ചവിട്ടി പുറത്തെറിയും. ഒന്ന് വേഗം വിടൂ. മോനെ ദേവാ, വെറുതെ അണച്ച ഹൃദയത്തിന്റെ കപ്പാസിറ്റി അളക്കാനുള്ള ഒരു ടെസ്റ്റ്, അത്രേ ഉള്ളൂ. മോനെ ഒന്ന് പതുക്കെ, ഒന്ന് വേഗം പോടൂ. പ്ലീസ് ദേവി, ഇതൊന്ന് നിർത്തൂ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. വേഗം പോ. നിർത്താൻ
അറിയുന്നനുസരിക്ക് അമ്മേ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇന്നലെ രാത്രി ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. ഭൂരിപക്ഷം പറഞ്ഞില്ലേ, 3.5 ലക്ഷം റെക്കാർഡാണ്. വിശ്വനാഥ മേനോൻ കി, വിശ്വനാഥ മേനോൻ കി, ഡെമോക്രാറ്റിക് പാർട്ടി കി, വിജയിച്ചേ വിജയിച്ചേ. എല്ലാറ്റിനും വിഷ്ണുവിനോട് വേണം നന്ദി പറയാം.